ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടുഡേ. ഇന്ന് ഇന്ത്യ രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുള്ള വലിയൊരു സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. നിങ്ങളുടെ കുടുംബത്തിലെടുത്ത് നോക്കും, നിങ്ങളുടെ മക്കളൊക്കെ ഡിഗ്രി കഴിഞ്ഞവർ, അത് കഴിഞ്ഞിട്ടും ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് പോലും ഇന്നും അവർ ആഗ്രഹിക്കുന്ന ഒരു ജോബ് കിട്ടാത്ത അവസ്ഥയിലൂടെയാണ്. അപ്പൊ ആസ് പെർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, അതാണ് ഫിക്കി എന്ന് പറയുന്നത്, KPMG, അമേരിക്കയിലുള്ള ഒരു ഓതറൈസ്ഡ് ഓർഗനൈസേഷൻ ആണ്. അതായത് വേൾഡിലുള്ള മൊത്തം ഈ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഫെഡറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് KPMG-യും ഫിക്കിയും. 1.8 crore Indian youths will be doing this 2025. അതായത് നമ്മളിപ്പോ 2025 എന്ന് പറയുന്ന ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും 3 മാസം, 4ാമത്തെ മാസത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൈ ഡിയേഴ്സ്. അപ്പോഴേക്കും ഇവിടെ കൃത്യമായിട്ട് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഗ്രോത്ത് റേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് 2025 1.8 കോടി യുവജനങ്ങൾ വിജയിക്കാൻ പോകുന്ന, ഏറ്റെടുക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത് ബൈ ഡിയേഴ്സ്. അപ്പോ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇതിൽ നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ കേരള ഗവൺമെന്റ് അഭിമാനിക്കാം, അസാധാരണ ഗസറ്റ് പുറപ്പെടുവിച്ചിട്ട് ഗൈഡ് ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ തയ്യാറാക്കിയ സംസ്ഥാന മാർഗരേഖയുടെ ഔദ്യോഗിക പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അവരൊരു കൈപ്പുസ്തകം ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കുറിച്ച് ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു ആശംസ ഇറക്കിക്കുന്ന വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ഫോട്ടോവും ആ സന്ദേശം ആ സമയത്ത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്ട്രി പുരുഷോത്തമൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ആ സമയത്ത് 2018 ഓഗസ്റ്റ് 8 അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം വന്നത്. ഇപ്പോ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതുപോലെ 2021 ഡിസംബർ 28 കൃത്യമായിട്ട് ഒരു മാർഗരേഖ കൊണ്ടുവരികയാണ്. ഇപ്പോ നമ്മൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഈ ഒരു കാലഘട്ടം 2025 നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മൈ ഡിയേഴ്സ്, സുവർണ കാലഘട്ടമാണ് ഡയറക്ട് സെല്ലിംഗ്. അഭിമാനിക്കാം, കഴിഞ്ഞ ഫെബ്രുവരി 19 ഈ 2025 ഫെബ്രുവരി 19 ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ കമ്പനികളാണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എന്നും ഏതൊക്കെയാണ് മണി ചെയിൻ എന്നും വിവേചിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വെബ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിൽ നിങ്ങളൊക്കെ കുറെ ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ആളുകൾ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഞാനൊക്കെ അവിടെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ചരിത്ര മുഹൂർത്തം കടന്നിട്ട് വലിയ രീതിയിൽ ആഘോഷമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. അപ്പൊ അതില് ഗവൺമെന്റ് ഓഫ് കേരള കൃത്യമായിട്ട് അതില് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇന്നേ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ഡയറക്ട് സെല്ലിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഏതൊക്കെ കമ്പനികളാണോ ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആ കമ്പനികൾക്ക് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് അഭിമാനിക്കാം ഐഡിയസ്. സെൻട്രൽ ഗവൺമെന്റും കേരള ഗവൺമെന്റും പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 100% പാലിച്ചിട്ടുള്ള നമ്പർ 1 കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ഇൻഡസ്ട്രി എത്ര വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലായി. അപ്പൊ നമുക്കറിയാം ആ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്, സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് സാധനം വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അത് ഒരു സാധനം വിൽക്കുക വാങ്ങുക എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. അപ്പൊ ഈ മാർക്കറ്റിംഗ് രീതിയിലേക്ക് വരും സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കൂടിയാണ്. അപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഭാഗമാകുമ്പോൾ ഇന്ന് പോലും ഈ ദിവസം പോലും നിങ്ങൾ ഓരോരുത്തരും ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിയവരായിരിക്കാം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്തിട്ട് നാട്ടിലുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ എത്ര ശതമാനം നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. നോക്കൂ, ഒരു മാനുഫാക്ചർ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ CNF ഫോർവേഡിംഗ് ഏജന്റ്, ഇവരാണ് സത്യത്തിൽ ഇതിന്റെ MRP അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഒക്കെ തീരുമാനിക്കുന്നത്. ഈ CNF ഏജന്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും, സോണൽ
സോണുകളായിട്ട് ഇന്ത്യയെ തിരിച്ചിട്ടുണ്ടാവും, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഈ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവിടെ ഒത്തിരി ഓരോ ജില്ലകളിലും ഹോൾസെയിൽസ് ആയിട്ടുണ്ടാവും ആളുകൾ. അതിൽ നിന്നാണ് റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആ റീറ്റെയിലിംഗ് ഷോപ്പുകളിൽ നിന്നാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരെ കസ്റ്റമറിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കും എത്ര പേര് ഇതിലൂടെ കടന്നു പോകുന്നത്. ഇനി ഒരു മാനുഫാക്ചർ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമ്മൾ എല്ലാവരും സാധനം വാങ്ങിക്കണം നിർബന്ധമുണ്ടോ വഴി ആലോചിച്ച് നോക്കൂ, ഒരിക്കലുമില്ല. കാരണം ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്തുണ്ടാവണം, അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. ആ അഡ്വർടൈസ്മെന്റ് നമുക്ക് ലഭിക്കുന്നത് ഒന്നിൽ മീഡിയകളിൽ കൂടിയായിരിക്കും. അത് നമുക്ക് ഏതായി ഇപ്പൊ ന്യൂ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മീഡിയകളിലൂടെ നമുക്ക് ആയിക്കോട്ടെ, നമ്മുടെ ഫേസ്ബുക്കുകളായിക്കോട്ടെ, വാട്സപ്പുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ടെലിവിഷൻ എന്ന് പറയുന്ന പത്രമാധ്യമങ്ങളിലൂടെ അല്ലെ പത്രമാധ്യമങ്ങളെ ടെലിവിഷനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കണമെങ്കിൽ അത്രമാത്രം അഡ്വർടൈസ്മെന്റ് കിട്ടി നമ്മുടെ മനസ്സിലേക്ക് സാധനം കയറി ആ ബ്രാൻഡ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് വാങ്ങിപ്പിക്കുന്ന ഒരു രീതിയാണ് ശരിക്കും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന തന്ത്രം. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇത് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് എത്ര ആളുകളിലൂടെ കടന്നു പോകണം. ഇതൊരു സാധനം നമ്മൾ വാങ്ങണമെങ്കിൽ അവിടെ ഒരു സെലിബ്രിറ്റി, ഒരു മീഡിയ ഹൈ കോസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേണം. അപ്പൊ ഒരു 10 രൂപയുടെ സാധനം 100 രൂപ നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്കും സാധാരണക്കാരെ നമ്മൾ അധ്വാനിച്ചിട്ടുള്ള പണമാണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. 40-60% എം ആർ പി മുഴുവൻ മാർക്കാ പോകുന്നത് സത്യത്തിൽ ആ കമ്പനിയിലെ ഇത്രയും ഇടനിലക്കാർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണ് ഐഡിയസ്. ഒരു മാനുഫാക്ചർ ഉണ്ടാവും, അതിൽ നിന്ന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ ഓൺ പ്രൊഡക്ട്സുകളാണ്, ഓൺ ബ്രാൻഡുകൾ നമുക്ക് ഉണ്ട്, എലമെന്റ്സ് ഉണ്ട്, ഓൺ ആൻഡ് ഓൺ ഉണ്ട്, മൈ ഹോം ഉണ്ട്, ആഹാർ ഉണ്ട്, അല്ലെ? ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായ നമ്മുടെ കമ്പനി അതിന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പോർട്ടലുകളുണ്ട്. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു ഐഡി കിട്ടിക്കഴിഞ്ഞാൽ കൺസ്യൂമറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് നമ്മൾ വാങ്ങി പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത ആളുകളിലേക്ക് അങ്ങനെ പോയി ഉപയോഗിച്ച സാധനത്തിന് റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ വേർഡ് ഓഫ് മൗത്ത് അഡ്വക്കസിയിലൂടെ അല്ലെങ്കിൽ വാമൊഴി പരസ്യത്തിലൂടെ അടുത്ത ആളുകളിലേക്ക് എത്തിക്കുന്ന അതിനൂതനമായിട്ടുള്ള വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് 40 മുതൽ 60% വരെ ഇടനിലക്കാർക്ക് കൊടുത്ത ആ പണം നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സിലേക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ട്രഡീഷണൽ ബിസിനസ്. നമ്മളിപ്പോ ഒരു സാധാരണ എഡ്യൂക്കേറ്റഡ് ആയി നമുക്ക് ജോബ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണം, ഒരു ഷോപ്പ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പണിക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ പോവാം. അപ്പൊ ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം ഐഡിയസ്. ഇവിടെയോ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. സ്വന്തം ആവശ്യത്തിനുള്ള ദിവസം നമ്മൾ പറയില്ല, നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്നതിന് പകരം ഈ ഒരു കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ കൂടിയോ അല്ലെങ്കിൽ കമ്പനിയിൽ കിട്ടുന്ന ആ രീതിയിലൂടെ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കിവിടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. പിന്നെ ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്കറിയാം 100% ഇവിടെ റിസ്ക് ഇല്ല. കാരണം എന്താ, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല. പിന്നെ അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത മേഖലയിലാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്, എക്സ്പീരിയൻസ് ഈസ് എക്വേർഡ്. നമുക്ക് ഇതിന്റെ കൂടെ വന്ന് ഇരുന്ന് പഠിച്ച് വിജയിച്ചവർ പോയ പാതയിലൂടെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കാൻ നമുക്ക് അത് എക്വേർഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പ്ലേസ് സെലക്ഷൻ, നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു പ്ലേസ് ആയിരിക്കണം. അല്ലാതെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കച്ചവടം കിട്ടാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു നഷ്ടം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് പ്ലേസ് സെലക്ഷൻ. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾ റിസൾട്ട് കിട്ടിയത് നിങ്ങൾക്ക് എവിടെയൊക്കെ ബന്ധുക്കൾ സുഹൃത്തുക്കളുണ്ടോ അത് കേരളത്തിൽ എവിടെയും ആവാം, ഏത് ജില്ലകളിലാവാം, അടുത്ത സംസ്ഥാനത്താവാം, എന്ത് വിദേശ രാജ്യങ്ങൾ നിങ്ങൾ പോകുന്ന പോക്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പ്രോഡക്റ്റ് അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കണ്ടെത്തുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ബിസിനസ് എത്തിക്കാം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും.